നമസ്കാരം കുട്ടികളെ. ഫസ്റ്റ് മിഡ് ടേം എക്സാം ആവാറായി അല്ലേ? അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൻ്റെ സംസ്കൃതം മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാതൃകാ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ചോദ്യം ഈ രീതിയിലാണ് വരാനുള്ള സാധ്യത. അധോദത്തേഷു പ്രശ്നാനാം ഉത്തരാണി കോഷ്ടകാത് നിർദ്ധാര്യ ലിഖത. അതായത് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ അതിൻ്റെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. യോജിച്ച ഉത്തരം ഏതാണെന്ന് കണ്ടെത്തി എടുത്തെഴുതാനാണ് പറയുന്നത്. ഉദാഹരണമായി ബാലവൃക്ഷസ്യ ശാഖാം ന ഭഞ്ജയന്തു കസ്യ വചനമിതം. ഈ വാക്കുകൾ ആര് പറഞ്ഞതാണ്? മഹിളായാഹ, ബാലസ്യ, ആചാര്യസ്യ. ആരുടെ വാക്കുകളാണ് ഇത്? ഇത് മഹിളയുടെ വാക്കുകളാണ്. ഇനി ജഗത്ത് ഇത്യർത്ഥം പദം ലിഖത. ജഗത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ സമാനാർത്ഥ പദം താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കാനാണ് പറയുന്നത്. വിശ്വം, പവനഃ, മേഘഃ. ജഗത്തിൻ്റെ സമാനാർത്ഥ പദം വിശ്വമാണ്. അടുത്തത് ബാലകാഹ കസ്മിൻ ഗ്രാമേ ക്രീഡന്തി സ്മ. ബാലകന്മാർ, കുട്ടികൾ ഏത് ഗ്രാമത്തിലാണ് കളിച്ചിരുന്നത്? എവിടെയാണ്? അധോവനാക്കിയാണോ, ഉപരിവനാക്കിയാണോ, ദക്ഷിണവനാക്കിയാണോ? ഉത്തരം ഉപരിവനാക്കി. അടുത്തത് ഭാരതീയ സസ്യശാസ്ത്രജ്ഞ കഹ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. ഭാരതീയ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ജഗദീഷ് ചന്ദ്രബോസ് ആണോ, സുഭാഷ് ചന്ദ്രബോസ് ആണോ, രവിവർമ്മയാണോ? ഉത്തരം ജഗദീഷ് ചന്ദ്രബോസ്. ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. ഇതേ ചോദ്യം തന്നെ വരണമെന്നില്ല. ഇത് മാതൃകാ ചോദ്യം മാത്രമാണ്. ഈ രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നോക്കൂ. കോഷ്ടകാത് ഉചിതം പദം ചിത്വ കവിതാം പൂരേതു. നിങ്ങളുടെ ഒന്നാമത്തെ പാഠം തന്നെ ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ കവിത പൂരിപ്പിക്കാനുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കൂ. വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ ഡാഷ് ബഹവഹ. അരണ്യ, കേദാര, പിന്നെ ഒരു ഫിൽ ചെയ്യേണ്ടതാണ്. പിന്നെ സുഖപ്രധാനി. ഇങ്ങനെ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ വിട്ടുപോയ ഭാഗത്ത് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? രണ്ടാമത്തെ വരിയിൽ നോക്കൂ. ബഹവഹ. എന്ത് ബഹവഹ എന്നാണ് അവിടെ വരിക? മഹാജലാ ബഹവഹ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കവിത നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അരണ്യ, കേദാര, ഉപവനാനി. സുഖപ്രധാനി എന്താണ്? തഥാ. അങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻസ, 4 വരികളുള്ള ഈ സ്റ്റാൻസ ഉള്ളത്. ഇതേപോലെ തന്നെ മറ്റുള്ള സ്റ്റാൻസകളിൽ നിന്നും ഭാഗം വിട്ടുകൊടുക്കും. അതിനുള്ള ഉത്തരങ്ങൾ എഴുതേണ്ടതാണ്. അടുത്തത് നോക്കൂ. ഉദാഹരണാനുസാരം ലിഖതു. ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ്. ഇവിടെ സന്ധിവിച്ഛേദമാണ് കൊടുത്തിട്ടുള്ളത്. സദാ പ്ലസ് ഏവ സദൈവ എന്നാണെങ്കിൽ ക്ഷണേന പ്ലസ് ഏവ എന്തായി വരും? അത് ക്ഷണേനൈവ. ഇതേപോലെ തന്നെ നിങ്ങളുടെ പാഠഭാഗത്ത് വരുന്ന പദച്ഛേദങ്ങളാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. നോക്കൂ. ക്രീഡാമിമാം, ക്രീഡാം പ്ലസ് ഇമാം. ഭവനാദാഗത്യ, ഭവനാത് അധികം ആഗത്യ. കാചിൻ മഹിള, കാചിത് അധികം മഹിള. പുനരപ്യഭാഷത, പുനഃ അധികം അഭി അധികം അഭാഷത. തേബി, തേ അധികം അഭി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. സംശയശ്ചേത്, സംശയ അധികം ചേത്. തേഷ്വേകഃ, തേഷു അധികം ഏകഃ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദാഹരണം തരുമ്പോൾ തന്നെ ഇതിനുള്ള ആൻസറുകൾ കിട്ടും. ഇത് പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പദച്ഛേദങ്ങളും നൽകിയിട്ടുണ്ട്. അടുത്ത് നോക്കൂ. കിഞ്ചിത് വിഹസ്യ, കിഞ്ചിത് അധികം വിഹസ്യ. അധ്യാപകോ അബ്രവീത്, അധ്യാപക അധികം അബ്രവീത്. തദധികൃത്യ, തത് അധികം അധികൃത്യ. പ്രസംഗോ അസ്തി, പ്രസംഗ അധികം അസ്തി. ഭരദ്വാജോബി, ഭരദ്വാജ അധികം അബി. ഈ അബി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി രോഗവിമുക്തിരബി. കഴിയുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പദച്ഛേദങ്ങളുണ്ട്. 2 പാഠത്തിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രോഗവിമുക്തി അധികം അബി. ആധുനികേബി, ആധുനികേ അധികം അബി. ഇതും അബി എന്നുള്ള പ്രയോഗം കുറച്ച് മുമ്പ് ഭരദ്വാജ അബി എന്നുള്ളത് ഭരദ്വാജോബി എന്ന് പറയുന്നു. ഇവിടെയോ ആധുനികേ അബി എന്നുള്ളതാണ് എന്താണ്? ആധുനികേബി എന്ന് വരുന്നത്. അതേപോലെ അപൂർവേണാനേന, അപൂർവേണ അധികം അനേന. ക്ഷണേനൈവ, ക്ഷണേന അധികം ഏവ. പിന്നെ 1ാമത്തെ ചാപ്റ്ററിൽ വന്നിട്ടുള്ളതാണ് മഹാജലാ ബഹവഹ, മഹാജലാഹ ബഹവഹ എന്നിങ്ങനെ. പിന്നെ സുസ്ഥിതിരേവം, സുസ്ഥിതി അധികം ഏവം. ഇങ്ങനെ ഒരുപാട് പദച്ഛേദങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി നിങ്ങൾക്കൊരു ഉദാഹരണം തരും. ആ ഉദാഹരണത്തിനനുസരിച്ചാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്.
അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഉദാഹരണാനുസാരം വിഗ്രഹവാക്യം ലിഖിതു എന്നാണ്. വിഗ്രഹവാക്യം ഇതേപോലെ ഉദാഹരണം തരും, അതിനനുസരിച്ച് എഴുതാനായിട്ട്. ധനം ച ജനം ച യൗവനം ച ധന ജന യൗവനാനി. അപ്പോൾ അരണ്യം ച കേദാരഹ ച ഉപവനം ച എന്ത് വരും? അരണ്യ കേദാരോപവനാനി. ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് വിഗ്രഹവാക്യങ്ങൾ ഒരു ഉദാഹരണം തന്നിട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 സ്ലൈഡുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് പാഠഭാഗത്തിൽ നൽകിയിട്ടുള്ള വിഗ്രഹവാക്യങ്ങളാണ് കേട്ടോ. അതുലം നാസ്തി തുല യസ്യ തം, അതാണ് അതുലം. ഇങ്ങനെയുള്ള വിഗ്രഹവാക്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരിക. ഇനി അടുത്തത് അധോദത്തസി ഗീതം ഉചിതം ആശയം ചിത്വ ലിഖതോ. ഇത് ഒരു ചോദ്യമാണ്, ഒരു പ്രവർത്തനമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗീതം തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഗീതം തന്നിട്ട് അതിൻ്റെ ആശയം നൽകിയിട്ടുണ്ടാവും. ഏത് ആശയമാണ് ശരി എങ്കിൽ അത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഒരു കവിതയുടെ അർത്ഥങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ അതിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ആശയങ്ങൾ വ്യക്തമാകും. ഇവിടെ നോക്കൂ, വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയ നാഗമിമം. ഇവിടെ എന്താണ്? വിശാല സുന്ദരം ആയിട്ടുള്ള ലോകം കാണൂ, നയനാനന്ദകരം, കണ്ണിന് ആനന്ദം നൽകുന്ന വിശാല സുന്ദരമായ ലോകം കാണൂ. സർവചരാചര വാസസ്ഥാനമാണിത്. ഇതൊരു സ്വർഗതുല്യമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും താമസിക്കുന്ന സ്ഥലമാണ് ഈ ലോകം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യോജിച്ച ആശയം ഏതാണെന്ന് നോക്കാം. ഏതത് സുന്ദരം വിശാലം ജഗത്ത് സർവേഷാം ജീവാന ഗൃഹമസ്തി. ഇതാണ് ഒരാശയം. ഈ സുന്ദരമായ വിശാലമായ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും വീടാണ് എന്നാണ് ആദ്യത്തെ ഒരു ആശയം. രണ്ടാമത്തെ ആശയം നോക്കൂ, അത്ര വനാനി ക്ഷേത്രാണി നദ്യഃ വനസ്പതയഃ ലതാഃ ച സർവേ സൗഖ്യം പ്രദാന്തി. ഇവിടെ വനങ്ങളും ക്ഷേത്രങ്ങളും, അതായത് വയലുകളും നദികളും ചെടികളും വള്ളികളും എല്ലാം നമുക്ക് സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏതാശയമാണ് വരിക? ഒന്നാമത്തെ ആശയം അല്ലേ? ഏതത് സുന്ദരം വിശാലം ജഗത് സർവേഷാം ജീവാനാം ഗൃഹമസ്തി എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ശ്ലോകം തരും, അതിൻ്റെ ആശയം നിങ്ങൾ വായിച്ച് ശ്രദ്ധയോടെ എഴുതാനായിട്ട് ശ്രമിക്കണം. അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സമാനാർത്ഥക പദം ചിത്വ യഥോചിതം യോജയതു എന്നാണ്. നിങ്ങൾക്ക് കുറേ സമാനാർത്ഥക പദങ്ങൾ നൽകിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് യോജിച്ചത് നോക്കി എഴുതാനാണ് പറയണേ. ഇവിടെ ഈ 2 സ്ലൈഡുകളിലായിട്ട് പരമാവധി സമാനാർത്ഥക പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ടിപ്പണി പുസ്തകത്തിൽ നിങ്ങളുടെ അധ്യാപകർ തന്നിട്ടുള്ള സമാനാർത്ഥക പദങ്ങൾ കൂടി നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇവിടെ നോക്കൂ, അചലഹ. അചലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പർവ്വതഹ എന്നാണ്. കേദാരഹ അതിൻ്റെ അർത്ഥം എന്താ? വയൽ എന്നാണ്. അതിൻ്റെ സമാനാർത്ഥക പദം എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. നാക്കഹ എന്ന് പറഞ്ഞാൽ സ്വർഗഹ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് കേട്ടോ, ഒരു പുതിയ വാക്കാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇനി ഉപവനം എന്നുള്ളതിന് വേറൊരു പദം ആരാമഹ. പ്രഹൃഷ്ടഹ എന്നാണ് സന്തുഷ്ടഹ. ഇതേപോലെ ഒരുപാട് സമാനാർത്ഥക പദങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ശബ്ദകോശം എന്ന് പറയുന്ന ലാസ്റ്റ് ഓരോ പാഠത്തിൻ്റെയും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുകൂടി ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്തത് വാക്യം പരിവർത്തക. ഒരു വാക്യം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് തരും, അത് പരിവർത്തനം ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഭൂതകാല ക്രിയകളുടെ ഒരു പരിചയം പറയുന്നുണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസ് തന്നിട്ട് പാസ്റ്റ് ടെൻസിലേക്ക്, വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് എഴുതാനായിട്ട്. അപ്പോൾ ആ ഒരു വാക്യത്തെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ വർത്തമാനകാലത്തിലെ വാക്യം കൊടുത്തിട്ട് അത് ഭൂതകാലത്തിലേക്ക് ആക്കാൻ നോക്കൂ. അഹം ഖാദാമി, ഞാൻ കഴിക്കുന്നു. എങ്ങനെ അപ്പോൾ എഴുതണം? അഹം അഘാതം. അപ്പം അത് ഭൂതകാലത്തിലേക്ക് ആയി മാറി. അഹം കന്തുകേന ക്രീഡാമി, ഞാൻ അതായത് ബോൾ കൊണ്ട് കളിക്കുന്നു. അതെങ്ങനെ പരിവർത്തനം ചെയ്യാം? അഹം കന്തുകേന അക്രീഡാം, കളിച്ചു എന്നാണ് ഇവിടെ വരിക കേട്ടോ. അതുപോലെ സഹ പുസ്തകം പഠതി എന്നുള്ളത് സഹ പുസ്തകം അപഠത് എന്നായിട്ട് മാറും. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ഇതിനുള്ള എങ്ങനെയാണ് ഭൂതകാല ക്രിയയുടെ ധാതുപരിചയം നൽകിയിട്ടുണ്ട്, അത് ബൈഹാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ പഠതി എന്നുള്ളത് അപഠത് എന്നായ പോലെ ചലത്തി എന്നുള്ളത് അചലത് എന്നായിട്ട് മാറും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രഥമ പുരുഷനാണോ ഉത്തമ പുരുഷനാണോ മധ്യമ പുരുഷനാണോ എന്ന് നോക്കണം. ത്വം ആണെങ്കിൽ അത് പഠസി എന്നാണ്.
അത് ഭൂതകാലത്തിലേക്ക് വരുമ്പോഴെങ്ങനെയാണ് മാറുക? അതേപോലെ ഉത്തമ പുരുഷനാണ് പഠാമി എന്നുള്ളത്, അതെങ്ങനെ ഭൂതകാലത്തിൽ വരുമ്പോൾ മാറും? ഇവിടെ കണ്ടു, അഘാതം, ഗാതാമി എന്നുള്ളത് ഉത്തമ പുരുഷനല്ല, അഹമാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്, അപ്പോൾ അഘാതമായി മാറും. ഇതേപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾ എന്തായാലും തരും, അതിനനുസരിച്ച് എഴുതണം. പക്ഷേ നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ധാതുപരിചയം നന്നായി പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇനി അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഉദാഹരണാനുസാരം വാക്യേഷു പരിവർത്തയതു, അതായത് വാക്യങ്ങൾ പരിവർത്തനം ചെയ്യാനാണ് പറയുന്നത്. ഉദാഹരണം, വരുണഃ ദ്വിചക്രികായാം ഹിമാലയം ഗച്ഛതി. അതെങ്ങനെ നമുക്ക് പരിവർത്തനം ചെയ്യാം? വരുണഃ ദ്വിചക്രികായാം ഹിമാലയം അഗച്ഛത്. ഇതും സെയിം ഇതുപോലെ തന്നെയാണ്. ഭൂതകാലം എന്ത് ചെയ്യാണ്? ഭൂതകാലത്തിൽ മാറ്റുകയാണ്. വർത്തമാനകാലത്തിൽ നിന്ന് ഗച്ഛതി എന്നുള്ളത് ഭൂതകാലത്തിലേക്ക് ആകുമ്പോൾ അഗച്ഛത് എന്നായിട്ട് മാറും. ഈ വാക്യം പരിവർത്തയ എന്ന് പറയുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കൂ, പ്രയോഗവിശേഷം ജ്ഞാതോ ഉദാഹരണാനുസാരം വാക്യാനി ലിഖതു. പ്രയോഗവിശേഷം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉദാഹരണത്തിനനുസരിച്ച് വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇതും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. പരിതഃ എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ദ്വിതീയമായിട്ടും വരും. പരിതഃ എന്നൊക്കെ പറയുമ്പോൾ ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? ഗ്രാമസ്യ പരിതഃ നദീ പ്രവഹതി എന്നൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറാം? ഗ്രാമം പരിതഃ നദീ പ്രവഹതി എന്നായി മാറി. ദ്വിതീയയിലേക്കാക്കി. ഗ്രാമസ്യ എന്നുള്ളത് ഗ്രാമമായി മാറി. ഇവിടെയോ ചന്ദ്രസ്യ പരിതഃ മേഘാഃ ഗച്ഛന്തി എന്നുള്ളത് ചന്ദ്രം പരിതഃ മേഘാഃ ഗച്ഛന്തി എന്നായി മാറി. വിദ്യാലയസ്യ പരിതഃ ഉദ്യാനമസ്തി എന്നുള്ളത് വിദ്യാലയം പരിതഃ ഉദ്യാനമസ്തി എന്നായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഇത് എളുപ്പമാണ്, കാരണം നിങ്ങൾ ആദ്യം തരുന്ന ഉദാഹരണം നന്നായിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് പിന്നീട് വരുന്ന ക്വസ്റ്റ്യനുള്ള ഉത്തരം എഴുതുക. ഇനി അധോദത്ത വാക്യാത് ഉപസർഗപദാനി ചിത്വ ലിഖിതു. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഉപസർഗങ്ങളും പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ രാവണഃ സീതാം അപഹരതി, ഇതിലുള്ള ഉപസർഗം ഏതാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ വാചകമായിട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരാം, ആ പാരഗ്രാഫിൽ നിന്ന് ഉപസർഗങ്ങൾ കണ്ടെത്താനായിട്ട് വരാം. അല്ലെങ്കിൽ ക്രിയാപദങ്ങൾ തന്നിട്ട് ഉപസർഗങ്ങൾ ചേർത്തിട്ടുള്ള ക്രിയാപദങ്ങളും ഉപസർഗം ചേർക്കാത്ത ക്രിയാപദങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് യഥോചിതം പട്ടികയിൽ നിന്ന് എടുത്തെഴുതാനോ പട്ടിക പൂർത്തിയാക്കാനോ ഒക്കെ ആയിട്ട് വരാം. ഇപ്പം ഇവിടെ നോക്കൂ, രാവണഃ സീതാം അപഹരതി. ഇവിടുത്തെ ഉപസർഗം എന്ന് പറയുന്നത് അപഹരതി എന്നാണ്. അപ എന്നുള്ള ഉപസർഗത്തോട് കൂടിയിട്ട് ക്രിയാപദം ചേർത്തപ്പോൾ അപഹരതി എന്നായിട്ടായി ക്രിയാപദം മാറുന്നു. ജനാഹ നേതാരം അനുഗച്ഛതി. ഇവിടുത്തെ ഉപസർഗം ഏതാണ്? അനു എന്നുള്ള ഉപസർഗം ചേർത്തപ്പോൾ വെർബ് എങ്ങനെയായിട്ട് മാറി? അനുഗച്ഛന്തി എന്നായിട്ട് മാറി. ഇനി നിങ്ങൾക്ക് തരുന്ന ഈ 2 സ്ലൈഡുകളിലായിട്ട് പരമാവധി ക്രിയാരൂപങ്ങളും ഉപസർഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഉപസർഗങ്ങൾ ചേർക്കുമ്പോൾ ക്രിയാരൂപങ്ങൾക്ക് എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളതാണ്. പരമാവധി എണ്ണവും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഇവിടെ പ്ര, പര, അപ, സമ്മ്, അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നീ, അതേപോലെ അധി, പ്രതി, സു, ഉദ്, പരി, ഉപ എന്നീ ഉപസർഗങ്ങൾ ചേർക്കുമ്പോൾ എങ്ങനെ വരുന്നു? ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കൂ, അധി എന്നുള്ള ഉപസർഗം ചേർത്തപ്പോൾ ഗച്ഛതി അധിഗച്ഛതിയായി മാറി, ക്ഷിപതി അധിക്ഷിപതി എന്നായി മാറി. ഇങ്ങനെ അതേപോലെ തന്നെ ഉദ് എന്നുള്ളത് ഉദ്ഘാടയതി, ഉദാഹരതി, ഉത്പതതി. ഇപ്പോൾ പദ്ധതി എന്നുള്ളതിൻ്റെ കൂടെ ഉദ് ചേർക്കുമ്പോൾ ഉത്പതതി എന്നായിട്ട് മാറി. കരോതി എന്നുള്ളതിൻ്റെ കൂടെ ഉപ എന്നുള്ള ഉപസർഗമാണെങ്കിൽ ഉപകരോതി എന്നായിട്ട് മാറും. ഇങ്ങനെയാണ് അത് വരിക. അപ്പോൾ ഇത്രയും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ഉപസർഗങ്ങളുണ്ട്, അത് ആദ്യം ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്ര, പര, അപ, സമ്മ്, അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നീ, അധി, പ്രതി, സു, ഉദ്, പരി, ഉപ. ഇത് ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിയാപദങ്ങൾക്ക് കൂടെ ചേർക്കുന്ന ഉപസർഗങ്ങൾ ഏതൊക്കെയാണെന്ന്. അടുത്തത് ഖണ്ഡികാം പഠിത്വ ജീവനചരിത രൂപരേഖാം ലിഖതു. നിങ്ങൾക്കൊരു ഖണ്ഡിക തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഇതൊരു ജീവനചരിത്രമാണ്, അതായത് ജീവചരിത്രമാണ്. ഇവിടെ ദക്ഷിണാമൂർത്തിയുടെ ജീവചരിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ജീവചരിത്രം വരാം, അതിൽ നിന്ന് രൂപരേഖ എഴുതാനായിട്ട് ചോദ്യം വരാം. അതായത് നാമ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നാമം എന്താണ്? ദക്ഷിണാമൂർത്തി എന്ന് എഴുതുക. ജനനം ഏത് വർഷമാണ് എന്നുള്ളത് എടുത്തെഴുതുക. പിതരോ ആരാണ് മാതാപിതാക്കൾ എന്നുള്ളത് എടുത്തെഴുതുക. വെങ്കടേശ്വരനും അയ്യരും പാർവതി അമ്മാളുമാണ്.
എന്നെടുത്തെഴുതുക. പുരസ്കാരം ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? ഡാനിയൽ പുരസ്കാരേണ, സംഗീത സരസ്വതി പുരസ്കാരം, സ്വാതി തിരുനാൾ പുരസ്കാരം, ഇങ്ങനെ അതിങ്ങനെ എടുത്തെഴുതുക. അതാണ് രൂപരേഖ എഴുതാനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഈ ചോദ്യം മറിച്ച് വരാൻ നിങ്ങൾക്ക് രൂപരേഖ തരും. രൂപരേഖ തന്നിട്ട് പ്രൊഫൈൽ തന്നിട്ട് ജീവനചരിത്രം എഴുതാനായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാനത്? ഇപ്പോൾ ഇതിൽ നോക്കൂ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പേര്, ജന്മതിഥി, സങ്കേതം, പിതരവ്, കർമ്മമണ്ഡലം, യോഗദാനം, പിന്നെ ദിവംഗതനായിട്ടുള്ള വർഷം. ഇതിനനുസരിച്ചിട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പാരഗ്രാഫ് എഴുതിയത് ശ്രദ്ധിക്കാം. ശ്രീനാരായണ ഗുരുഹു കേരള നവോത്ഥാനസ്യ പിത ഇതി മന്യതേ. ഇങ്ങനെ നമ്മളൊരു പാരഗ്രാഫ് എഴുതാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തത്, പ്രകൃതി സർവേഷാം ഇത്യസ്മിൻ വിഷയെ സൂചനാനുസാരം ലഘുപന്യാസം ലിഖത. ഇത് നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ടാണ് വരിക. ചിലപ്പോൾ ജീവനചരിത്രം ഓർ ഒരു ലഘുപന്യാസം അങ്ങനെ എഴുതാനായിരിക്കും വരിക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? പ്രകൃതിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ഉപന്യാസം എഴുതാനാണ്. അതിന് നമുക്ക് കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്, സൂചനകൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എഴുതുക. ഇതിൻ്റെ ഒരു ഉപന്യാസം നിങ്ങളുടെ പഴയ വീഡിയോയിൽ, ഞങ്ങൾ നൽകിയിട്ടുള്ള പഴയ വീഡിയോയിൽ 9ാം ക്ലാസ്സിൻ്റെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്ത കുട്ടികൾ അവിടേക്ക് പോയിട്ട് അത് നോക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരാനുള്ള സാധ്യത. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഇതേ ചോദ്യങ്ങൾ തന്നെ വരണമെന്നില്ല. ഇത് നിങ്ങൾക്ക് മാതൃക മാത്രമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിലൂടെ.